സംസ്ഥാന ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടിൽ ആഭ്യന്തര വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് ഇന്ന് ചേരുന്ന PSC കമ്മീഷൻ ചർച്ച ചെയ്യും. പരീക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്നാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. അതേസമയം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് കൈമാറും. അനിരു അശോകൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനിരു, നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണിത്. അതിന്മേലുള്ള തുടർ നടപടികൾ ഈ മട്ടിലൊക്കെ പുരോഗമിക്കുന്നു. എന്താണ് വിശദാംശം? ഹർഷൻ, ന്യൂസ് മലയാളം പുറത്തുവിട്ട ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടിലാണ് ഇന്ന് PSC തന്നെ നിയോഗിച്ച ആഭ്യന്തര വിജിലൻസിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ നിലവിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടാണ് ഇന്ന് ചേരുന്ന PSC കമ്മീഷൻ ചർച്ച ചെയ്യുന്നത്. ആഭ്യന്തര വിജിലൻസ് SP ആയ സിനി F ഡെന്നീസാണ് 2 ദിവസം മുമ്പ് ഈ റിപ്പോർട്ട് PSC ചെയർമാന് കൈമാറിയത്. ഈ റിപ്പോർട്ടിൽ തന്നെ ഗുരുതരമായിട്ടുള്ള ചില കണ്ടെത്തലുകളാണ് ആഭ്യന്തര വിജിലൻസ് SP നടത്തിയിട്ടുള്ളത്. കാരണം സ്വാഭാവികമായും വിജിലൻസ് SPക്ക് അത്തരമുള്ളൊരു കണ്ടെത്തൽ നടത്തി അത് ചെയർമാന് കൈമാറാനുള്ള ഒരു അധികാരം മാത്രമേ ഉള്ളൂ. അതിൽ എന്ത് നടപടിയെടുക്കണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് PSC ആണ്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ചില ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് സർക്കാരിന് സമർപ്പിക്കുകയും സർക്കാർ അതിൽ എന്ത് അന്വേഷണം വേണമെന്ന്, അത് വേണമെങ്കിൽ വിജിലൻസ് അന്വേഷണമാകാം, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമാകാം, അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം തന്നെയാവാം. സ്വാഭാവികമായും ഇപ്പോൾ വിജിലൻസ് SP സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലുള്ളത് ഈ ഒരു ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടിൽ അതിൽ പരീക്ഷാ വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന 228 ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ സ്കാൻ ചെയ്യുന്നതിലാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത്. 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളടങ്ങിയ ഉത്തരങ്ങളടങ്ങിയത് സ്കാൻ ചെയ്ത് അധ്യാപകർക്ക് മൂല്യനിർണ്ണയം നൽകുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. കൂടാതെ ഈ അധ്യാപകർ മൂല്യനിർണ്ണയം നടത്തി വന്ന ഷീറ്റുകൾ കൃത്യമായിട്ട് അത് പരിശോധിക്കാനും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങൾ. ഈ റിപ്പോർട്ടിൽ എന്ത് നടപടിയാണ് ഇന്ന് ചേരുന്ന കമ്മീഷൻ സ്വീകരിക്കുന്നു എന്നുള്ളത് നിർണായകമാണ്. സ്വാഭാവികമായും ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണവും നടക്കുന്നുണ്ട്. ഇന്ന് തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് ഇത് സംബന്ധിച്ചിട്ട് ഇന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിലും ക്രൈംബ്രാഞ്ച് പറയുന്നത് ഒരു കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളത്. കാരണം ഇതിൽ പലയിടത്തും ക്രമക്കേട് നടന്നതായി സംശയമുണ്ട്, ഗൂഢാലോചന നടന്നതായി സംശയമുണ്ട്. കാരണം ഈ ഷീറ്റുകളൊക്കെ സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്തിയത് ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്നുള്ള ഒരു സംവിധാനം വഴിയാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഓരോ മാർക്ക് അടയാളപ്പെടുത്തുന്നതും അല്ലെങ്കിൽ ഒരു മാർക്ക് പോലും അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയില്ലെങ്കിൽ പോലും ഓൺ സ്ക്രീൻ മാർക്കിങ്ങിൽ അത് കൃത്യമായി രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനം ഉണ്ടെന്നിരിക്കെ 100 മാർക്കിൻ്റെ പൊതുപരീക്ഷയിൽ 58 മാർക്കിന് മൂല്യനിർണ്ണയം നടത്താതെ കേവലം 42 മാർക്കിന് മാത്രം മൂല്യനിർണ്ണയം നടത്തിക്കൊണ്ട് 1ാം റാങ്ക് നിശ്ചയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന പ്രധാനമായിട്ടുള്ള കാരണം. ഇത് എങ്ങനെ ഇത്തരത്തിലൊരു വലിയ വീഴ്ച നടന്നു എന്നുള്ളത് സംബന്ധിച്ച് അന്വേഷിക്കണമെങ്കിൽ കേസെടുക്കേണ്ടി വരും. കാരണം PSCയുടെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ അടക്കം ചോദ്യം ചെയ്യേണ്ടി വരും. നിലവിൽ 3 ഉദ്യോഗസ്ഥരെ അടക്കം പ്രധാനമായും 3 ഉദ്യോഗസ്ഥരെ അടക്കം മൊഴി രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷേ ഇവരുടെ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ചിലത് വിശ്വസനീയമായിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ അവരുടെ മൊഴി ഒരു പേപ്പറിൽ എഴുതി വാങ്ങുകയാണ് ചെയ്തത്. അത് ഇനി അവരെ ചോദ്യം ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം PSC അംഗങ്ങളെ ചോദ്യം ചെയ്യണമെങ്കിലും ചെയർമാനെ ചോദ്യം ചെയ്യണമെങ്കിലും അവർക്ക് അതിൻ്റേതായ ഭരണഘടനാ പദവികളുണ്ട്, ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടക്കണമെങ്കിൽ തന്നെ ഈ പറയുന്ന കേസെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ടിൽ കേസെടുക്കണം എന്നുള്ള ഒരു വിവരം തന്നെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആസൂത്രണ ബോർഡിലെ 3 ചീഫ് തസ്തികകളാണ്. PSC നടത്തുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ പരീക്ഷകളിലൊന്നാണ് ഈ പറയുന്ന ചീഫ് തസ്തികകളിലേക്ക്. അതുകൊണ്ട് തന്നെ ഒരു വലിയ തട്ടിപ്പ് ഈ ന്യൂസ് മലയാളമാണ് പുറത്തു കൊണ്ടുവന്നത്. ഇതിൻ്റെ ഭാവിയാണ് ഇന്ന് അറിയാൻ സാധിക്കുക. ഹർഷൻ.